തൃശൂരിലെ വോട്ടർ പട്ടികയിൽ അട്ടിമറി ഉള്ളതായി ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് പരാതി നൽകുകയാണ്. അവരുടെ ലക്ഷ്യം സുരേഷ് ഗോപിയാണല്ലോ. സുനിൽകുമാർ പരാജയത്തിന് ശേഷം എല്ലാ ദിവസവും കരയുകയാണ്. അപ്പോൾ ആ പാതയിലേക്ക് കോൺഗ്രസും കടന്നു വന്നിട്ടുണ്ട്. എനിക്കറിയാമേ, രാഹുൽ ഗാന്ധി കാണിക്കുന്ന വിഡ്ഢിത്തങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് ആൾ താമസമില്ല. ശരിക്കും ഒരു പൊട്ടനാണ് എന്ന് തോന്നുന്നു കിങ്ങിണിക്കുട്ടൻ. അങ്ങനെ ഒരു സംഭവമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അല്ലെങ്കിൽ ഇയാൾ ഇതെന്തൊക്കെയാണ് യാതൊരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ, ഇല്ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് എഴുന്നള്ളിച്ചുകൊണ്ട് സമരം നടത്താൻ പോകുന്നത്. ഡോൺ ക്യുക്സോട്ട് എന്നാണ് ഉച്ചരിക്കുന്നത്. ക്യുക്സോട്ട് എന്ന് എഴുതും. ക്യുഹോട്ട് എന്ന് പറയുന്ന സ്പാനിഷ് പടയാളിയെ പോലെയാണ്. അദ്ദേഹം കഴുതപ്പുറത്ത് ഒരു പാവപ്പെട്ട ഗ്രാമീണനെയും പിടിച്ചുകൊണ്ട് പോയിട്ട് നമ്മൾ ഈ കാണുന്നതൊക്കെ കണ്ടോ, അവിടെ കാറ്റാടി യന്ത്രങ്ങൾ വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ വെച്ചിരുന്നു. അത് കണ്ടോ നമ്മുടെ ശത്രുക്കളാണ്, അന്യദേശത്തുനിന്ന് വന്ന് നമുക്ക് അവരെ തകർക്കണം എന്ന് പറഞ്ഞിട്ട് ഈ കാറ്റാടി യന്ത്രങ്ങളോടെ വാളുകൊണ്ട് വെട്ടിയിട്ട് അവിടെ നിന്ന് ഇതെല്ലാം കൂടെ തകർന്നു വീണ് പരിക്കുമേറ്റ് അവിടെയുള്ള കർഷകരെല്ലാം കൂടി അവർക്കിത് വൈദ്യുതി കിട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെയാണ് സ്റ്റോറിയുടെ. അങ്ങനെ അവരുടെ അടിയും കൊണ്ടിട്ട് രണ്ടുപേരും കൂടെ വീരോദാത്തമായ നൈറ്റ്ഹുഡ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. ധീരോദാത്തമായിട്ട് പ്രവർത്തനം ചെയ്തു കഴിഞ്ഞു. അത് സമ്പാദിക്കാൻ വേണ്ടി പോയതാണ്. പിന്നെ നൊബേൽ സമ്മാനം കിട്ടാൻ ട്രംപ് ശ്രമിക്കുന്നത് പോലെ നാട്ടുകാരുടെ അടിയും കൊണ്ട് കഴുതയേക്ക് ചത്തും പോയി, അങ്ങനെ അടിയും കൊണ്ട് തിരിഞ്ഞു ഓടി വന്നതുപോലെ ഇയാൾ ആ കാര്യം അറിയാൻ അതിനാണ് കാര്യം അറിയാതെ പ്രവർത്തിക്കുന്നത്. ഡോൺ കുഹോട്ട് എന്ന് പറയുന്നത് കുഹോട്ടിക് എന്ന് പറയുന്നു. ക്യുഹോട്ടിക് ആയിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കും. അതിൻ്റെ ലോജിക്കുകൾ സമർത്ഥമായിട്ടുള്ളപ്പോഴും ഈ പത്രക്കാരി വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് അറിയില്ലേ? ഒന്നാമത് രാഹുലിന് അറിയില്ല. രാഹുലിന് അറിയില്ലെങ്കിൽ നമുക്കത് മനസ്സിലാവുന്നതായി. പക്ഷെ പത്രക്കാരിങ്ങനെ ഇന്ന് മാപ്പറകൾ വന്നിരുന്നുണ്ട് ഈ വോട്ടേഴ്സ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനെ ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്. ഒന്നുകിൽ അവർ സെൻസേഷൻ കൊണ്ട് വ്യൂവർഷിപ്പ് കൂട്ടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ തലയ്ക്കകത്ത് താമസം അവർക്കും ഇല്ലാന്ന് സമ്മതിക്കേണ്ടി വരും. നോക്കൂ, ഇവിടെ നോക്കൂ. ഇപ്പോൾ സുരേഷിൻ്റെ ആ സ്പെസിഫിക് ആയിട്ട് എടുക്കാം. സുരേഷ് ഗോപിക്ക് 2 വോട്ടുണ്ട്. കേരളത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യ പ്രജയുണ്ടോ സുരേഷ് ഗോപിയെ അറിയാൻ വയ്യാത്തവരായിട്ട്? ഒറ്റയാളുണ്ടാവും. ഇയാൾക്ക് കൊല്ലത്തും ഉണ്ട് തൃശ്ശൂരും ഉണ്ട് വോട്ടെന്നാണ് പറയുന്നത്. ഈ സുരേഷ് ഗോപിയായിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ അറിയില്ലേ, ഈ സുരേഷ് ഗോപി എന്നുള്ള പേര് അവിടെ ഇരിക്കുന്ന ഏജന്റ് ഗോപിക്കാണ്, അദ്ദേഹത്തിന്റെ സഹോദരൻ സുരേഷ് ഗോപി. അതെ, അദ്ദേഹത്തിന്റെ ചേട്ടൻ. ആ സുഭാഷ് ഗോപിയെ അറിയുന്നവരായിരിക്കുമല്ലോ ആ ബൂത്തിലുള്ള ആൾക്കാർ. സുരേഷ് ഗോപിക്കില്ല ഭാഗ്യം. സുരേഷ് ഗോപിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് പ്രശ്നമാക്കിയത്. സുഭാഷ് ഗോപിക്ക് 2 വോട്ടുണ്ട്. ആ പ്രശ്നം. എത്രയോ പേർക്ക് അങ്ങനെ 2 വോട്ടുണ്ട്, 2 സ്ഥലങ്ങളിൽ വോട്ടുണ്ട്. അതാരാ ചെയ്യേണ്ടത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇങ്ങനെ ഇന്ത്യയിലെ 100 കോടി ജനങ്ങളുണ്ടോ, ഇയാൾക്ക് വോട്ടുണ്ടോ ഇല്ലേ? അതിരുന്ന് ഇങ്ങനെ നോക്കിയിരുന്നു 100 കോടി പേരുടെ എഴുതുന്ന പണിയാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്? നിങ്ങൾ എന്തോ അവിടെ പോയി കാണിച്ചത്? നിങ്ങളുടെ ഏജന്റുമാരത് പരിശോധിക്കണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ പരിഷ്കരണം നടക്കും. അങ്ങനെ ഒരു SIR, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പ്രത്യേക തീവ്രമായിട്ടുള്ള പട്ടിക പുതുക്കൽ നടത്തിയത് അതിന് വേണ്ടിയിട്ടാണ്. ഈ ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഇരട്ടിപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും തട്ടിപ്പ് തടയാൻ വേണ്ടിയിട്ടും അത് നടത്തിയപ്പോൾ അതിനെതിരെ ആക്രോശിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ 1 മാസക്കാലം വേണ്ടി പാർലമെന്റ് സ്തംഭിക്കുകയല്ലേ നിങ്ങൾ? ഈ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് ആത്മാർത്ഥ? ഈ കർണാടകത്തിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച പട്ടികയുണ്ടല്ലോ, അതുപോലുള്ള പട്ടിക പരിഷ്കരിക്കുക എന്നുള്ളതാണ് SIR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെതിരെ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുമ്പിൽ പോയി പ്രകടനം നടത്തി. ഇപ്പൊ കർണാടകത്തിൽ ഇങ്ങനെയാണ് പരിഷ്കരിച്ചിട്ടില്ലെന്നും പറഞ്ഞു. ഡ്യൂപ്ലിക്കസി അല്ലേ അത്? അത് തന്നെ ഒരു ഇരട്ടത്താപ്പല്ലേ? ഈ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞ മന്ത്രിയെ പുറത്താക്കുകയും ചെയ്തു. ഈ നിങ്ങളുടെ ഏജന്റുമാരെ പിന്നെ ബൂത്തിൽ വെക്കാൻ അനുവദിച്ചിരിക്കുന്ന എന്ത്? ഇതൊക്കെ കണ്ടുപിടിച്ച് പറയാനാ? അവർ വോട്ട് ചെയ്തിരുന്ന് ഒബ്ജക്റ്റ് ചെയ്യാനാ? അവിടെ പ്രിസൈഡിങ് ഓഫീസർ ഉണ്ടായാലും ഒബ്ജക്റ്റ് ചെയ്യാം. നിങ്ങൾ എന്ത് ഈ പത്രക്കാരൊക്കെ ഇത് കൊണ്ടുപിടിച്ച് അവരുടെ ഹെഡ്ലൈൻ സ്റ്റോറിയാക്കി മാറ്റുന്നു, പ്രൈം സ്റ്റോറിയാക്കി പുച്ഛിച്ച് തള്ളണം. അതാണ് ഇലക്ഷൻ കമ്മീഷന് വിവരമുള്ളതുകൊണ്ട് അവർ ചെയ്തത്. അവഗണിച്ചു. ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. എന്നിട്ട് പറഞ്ഞല്ലോ നിങ്ങളുടെ ധീര നേതാവിനോട് ശപഥപത്രത്തിൽ ഒപ്പിട്ട് നൽകുക, ഞാനപ്പോൾ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാം. അവിടെ ഇവിടെ കയറി കുറച്ച് വേസ്റ്റ് കൊണ്ട കളയെന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ച് കൊടുക്കുക. ഹിറ്റ് ആൻഡ് റൺ ടാക്റ്റിക്കാണ് ഇയാൾ കടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയോട് വലിയ ദ്രോഹമാണ് ഇയാളെ. ഓരോരോ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് അവരിൽ നമുക്കുള്ള ഫെയ്ത്ത് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇയാൾ. ഭീകരന്മാരിൽ നമുക്കുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള നടപടികളാണ് അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് ഇയാൾ ചെയ്യുന്ന ദ്രോഹം ചില്ലറയൊന്നുമല്ല. വിദേശ രാജ്യങ്ങളിൽ പോയി ഈ ട്രംപിനെയാണ് ഇപ്പം താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ചുങ്കം ഏർപ്പെടുത്തിയിരിക്കുന്ന ട്രംപിനെയാണ് ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കണം എന്ന് പറഞ്ഞത്. ആ ട്രംപ് ഇടപെട്ടുകൊണ്ടാണ് സിന്ദൂർ
ഓപ്പറേഷൻ സിന്ദൂർ തെറ്റിയതെന്നാണ് പറഞ്ഞാൽ ഇപ്പൊ പരാതിപ്പെടുന്നു. ഒരു നിലപാടെടുക്കൂ. ഒരു തന്തയ്ക്ക് പിറന്നവരെ പോലെ, ഒരച്ഛന് പിറന്നവരെ പോലെ ഒരു നിലപാട് നിങ്ങൾ ഉറച്ചെടുക്കൂ. ഒരിക്കൽ ചെന്ന് ട്രംപിനെ വന്ന് ഇന്ത്യയിൽ ജനാധിപത്യം സ്ഥാപിക്കാൻ ക്ഷണിക്കും. മറുവശത്ത് ഒരു യുദ്ധം, ഏത് യുദ്ധം ഉണ്ടായാലും ട്രംപ് ഇടപെടാറുണ്ട്. ഈ യുദ്ധത്തിൽ ഇടപെട്ടു എന്നും പറഞ്ഞ് നിങ്ങൾ നരേന്ദ്രമോദിയെ അല്ലെ ട്രംപ് അല്ല, അതിനു മുൻപ് പഴയൊരു ചരിത്രമുണ്ടല്ലോ. അത് ഏറ്റുപിടിക്കാൻ കുറെ മാപ്രകളും. അല്ല, നരേന്ദ്രമോദിക്ക് വിസ അനുവദിക്കരുതെന്ന് പറഞ്ഞ് ഒരു കാലത്ത് ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ കത്തെഴുതിയിരുന്നു. വിസ അനുവദിക്കുന്നത്, അതെ, അത് ചെയ്ത ആൾക്കാരാണ് ഇന്നിപ്പോ ട്രംപ്, മൈ ഫ്രണ്ട് ട്രംപ് എന്ന് പറഞ്ഞു. എന്തേ മൈ ഫ്രണ്ട് എന്നല്ല, മൈ ഫോ എന്ന് പറയണോ? ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കുന്നു. നോക്കൂ, നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന പോലൊന്നും നടക്കില്ല. ഓഗസ്റ്റ് 15 ട്രംപും പുടിനും തമ്മിൽ ചർച്ച നടത്തും. അതോടുകൂടി 25% പോയി കിട്ടും. മറ്റേ 25 എന്നുള്ളത് 19 കൊണ്ടുവരും. ഇങ്ങനെയൊക്കെ മാറിയും മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അന്നേ പറഞ്ഞതാണല്ലോ, കുംഭമാസ നിലാവ് പോലെയാണ് ഈ ട്രംപിൻ്റെ അഭിപ്രായങ്ങൾ. നിമിഷം പ്രതി മാറിക്കൊണ്ടിരിക്കും, പ്രതി നിമിഷം മാറിക്കൊണ്ടിരിക്കും. അദ്ദേഹവും ഈ രാഹുൽ ഗാന്ധിയെ പോലെ സ്ഥിരതയില്ലാത്ത ഒരു നേതാവാണ്. സ്ഥിരതയില്ലാത്ത ഒരു നേതാവ് ഒരു രാജ്യം ഭരിച്ചാൽ, ഒരു ഇമ്പസൈൽ, ഇംഗ്ലീഷിൽ അതിന് ഇമ്പസൈൽ, ഒരു മന്ദബുദ്ധി രാജ്യം ഭരിച്ചാൽ ഉണ്ടാകുന്ന കുഴപ്പങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തൊരു ഇത്തരം സംഭവങ്ങൾ തൃശ്ശൂരിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചൂണ്ടിക്കാട്ടുമ്പോൾ സുരേഷ് ഗോപിക്ക് തിരിച്ചടി ഉണ്ടാകുന്നു. എവിടെ? ഇതപ്പോൾ പൊട്ടത്തരമാണെന്നുള്ള ജനങ്ങൾക്കറിയാം. ഈ ഒരു ഇത്ര കാലം വോട്ട് ചെയ്ത ആൾക്കാരല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയെയും സഞ്ജയ് ഗാന്ധിയെയും ഒക്കെ അമേത്തിയിലും റായ്ബറേലിയിട്ട് തോൽപ്പിച്ച ആൾക്കാർ പൊട്ടന്മാരാണ്. ഇതൊക്കെ കേട്ട് വിശ്വസിക്കാൻ. അഴിമതി നടത്തിയെന്ന് എന്താരെങ്കിലും ആരോപണം ഇതിനകത്തുണ്ടോ? ഇതിപ്പോൾ കുടുംബം കൂട്ടത്തോടെ ഇപ്പോൾ തിഹാർ ജയിലിൽ പോകാൻ പോവാണ് റിയൽ എസ്റ്റേറ്റ് കേസിൽ. അതുപോലെ തന്നെ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം നടത്തിക്കൊണ്ട് കോൺഗ്രസിനെ തന്നെ വഞ്ചിച്ച് പണം സമ്പാദിച്ച ഈ നെഹ്റു കുടുംബത്തിനെതിരെയുള്ള വിജയകരമായ അന്വേഷണം പൂർത്തിയാക്കി. എത്ര കോടികൾ റോബർട്ട് വാദ്ര വാങ്ങിച്ചുകൊണ്ടെന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ED കുറ്റപത്രം കൊടുത്തിരിക്കുന്നു. ഏതാനും നാളുകൾക്കകം തിഹാർ ജയിലിൽ പോകേണ്ടി വരും അരവിന്ദ് കേജ്രിവാളിനെ പോലെ. അതിൻ്റെ അങ്കലാപ്പിലാണ് ഇങ്ങനെയുള്ള നറേറ്റീവുകൾ, അതും പൊട്ട നറേറ്റീവുകളും സൃഷ്ടിച്ചുകൊണ്ട് രാജ്യത്തെ നാറ്റിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കുടുംബവും ആ കുടുംബത്തിന് താളത്തിനൊത്ത് തുള്ളുന്ന കുറേ ഉപജാപക സംഘങ്ങളും കൂടി ചേർന്നത്. അതിന് പഠിച്ചു കാര്യങ്ങൾ പറയേണ്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ പിന്തുണയുണ്ടെന്നുള്ളത് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യമാണ്. ഇത് ഏറ്റുപിടിച്ച് സഖാവ് ബേബി അവിടെ എന്ന് പറയാണ് 40,000 വോട്ട് കള്ള വോട്ടുണ്ടെന്ന്. ആസനത്തിൽ ആല് കളിച്ചാൽ അതൊരു തണലായിട്ട് കണക്കുന്ന സമ്പ്രദായമാണ്. നിങ്ങളുടെ ബൂത്ത് പ്രവർത്തകർ കേരളത്തിൽ മാസ് ബേസ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. ഓരോ ബൂത്തിലും നിങ്ങളുടെ ആൾക്കാരുണ്ടായിരുന്നല്ലോ. ഈ 6 മാസം അവരെന്ത് ചെയ്യുമായിരുന്നു? രക്ഷാദൗത്യത്തിന് പോയോ? ഇത് പരിശോധിക്കാനുള്ളവരെ ബൂത്ത് തലം മുതൽ പാർട്ടി അംഗങ്ങളുടെ ഓരോ കാര്യങ്ങളിലും, വിവാഹത്തിലും അതുപോലെ തന്നെ മരണത്തിലും എല്ലാം പങ്കെടുത്തുകൊണ്ട് ഒരു ഐക്യദാർഢ്യം സ്ഥാപിക്കുന്ന പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. നിങ്ങളുടെ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് അറിയാം നിങ്ങളുടെ ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു ബൂത്തിൽ എത്രമാത്രം വോട്ടർമാരുണ്ട്, അവരാരൊക്കെ വോട്ട് ചെയ്യുന്ന പോലും അറിയാം. അത് കണ്ടുകൊണ്ടാണ് ഈ പ്രാവശ്യം നിങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇലക്ട്രൽ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അതിലെ അലോമലി സുമറും പുറത്തായി നിൽക്കുകയാണ്. ഇപ്പോൾ കേട്ടാൽ തോന്നും ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് എന്നും കൊന്നും ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് സംശുദ്ധമായിരുന്നു. ഒരു കുന്തവുമല്ല. ബംഗാളിൽ നിങ്ങൾ ജയിച്ചുകൊണ്ടിരുന്ന കള്ള വോട്ടർ പട്ടിക കൊണ്ട് മാത്രമല്ല, ബൂത്ത് പിടുത്തം കൊണ്ടാണ്. റിഗിങ്. അന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിസ്സഹായമായി നിന്നു. TN ശേഷന് ശേഷം ശക്തമായിട്ട് വന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഗുരുക്കു മുഷ്ടിയോടുകൂടിയാണ് നേരിടുന്നത്. അതിൻ്റെ ഫലങ്ങളിലൊന്നാണ് TN ശേഷൻ ചെയ്ത നല്ല കാര്യത്തിൻ്റെ ഫലങ്ങളിലൊന്നാണ് ഇപ്പോൾ ബീഹാറിൽ നടക്കുന്ന SIR. കേരളത്തിലും വരും. അത് കള്ള വോട്ടുകൾ പോവും. നമുക്ക് നോക്കാം. കള്ള വോട്ടുകൾ പോയി കഴിഞ്ഞാൽ തോൽക്കുന്നതാര് ജയിക്കുന്നതാരെന്ന്. അല്ല, ഇത് പോട്ടെ, വലിയ ധീരശാലിയായി ഇയാൾ എന്തിനാ ശപഥപത്രത്തിൽ ഒപ്പിട്ട് നടക്കുന്ന ഭീരുത്വമല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം താൻ പറയുന്ന കാര്യങ്ങളിൽ തനിക്ക് ബോധ്യമല്ല, സത്യമല്ല, കള്ളനാണ് താനെന്നുള്ള പ്രഖ്യാപനമാണ്. ഇതൊക്കെ സത്യമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ, സത്യമാണെന്ന് ഇയാൾ തന്നെ ആണല്ലോ പറഞ്ഞത്, ആണെന്ന് ബോധ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്വം എടുക്കണം. അതിനുള്ള നട്ടലുണ്ടായിരിക്കണം. അതായത് നേതാവ്. ആ നട്ടലുള്ളത് കൊണ്ടാണ് നരേന്ദ്രമോദിയെ നമ്മൾ നേതാവെന്ന് വിളിക്കുന്നത്. ആ നരേന്ദ്രമോദിക്ക് ഇതൊന്നും പോരാ കേട്ടോ. നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ നിങ്ങളൊന്നും മെച്ചുറാവ് ആദ്യം. രാഹുൽ ഗാന്ധി രാജ്യത്തെ മാത്രമല്ല കോൺഗ്രസിനെയുമാണ് നിങ്ങൾ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കഷ്ടം.